നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ കാണേണ്ടത് അഡോളസെന്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അഡോളസെന്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏതൊരു ഏജ് ആണ്? ടീനേജ് ആണ്. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 13 ആൻഡ് ലാസ്റ്റ് ടിൽ 18 or 19 years. So this is called the teenage or the adolescent stage. So adolescent സ്റ്റേജിനെ കുറിച്ച് എന്താ പറയാ, ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടു അഡോളസൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ടു ഗ്രോ ടു മെച്യൂരിറ്റി എന്നാണ്. ഗ്രോ ടു മെച്യൂരിറ്റി, അതായത് ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രോത്തിന്റെ ഒരു ഫൈനൽ സ്റ്റേജ്, പല തലങ്ങളിലും ഗ്രോത്തിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരുന്നത് ഈ ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് ഇതിനെ എന്തും കൂടെ പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, ഇതിനെ വേറൊരു നെയിം എന്താണ്? ടീനേജ് ആണ്. എന്തുകൊണ്ടാ ടീൻ അവസാനം വരുന്നത് അല്ലെ? 13, 14, 15, 19, അതുകൊണ്ട് ഇതിനെ ടീനേജ് എന്നും പറയും. പിന്നെ സൈക്കോളജിസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് എ ട്രാൻസിഷണൽ പീരീഡ് വെർ ചിൽഡ്രൻ മൂവ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. അതായത് ചൈൽഡ്ഹുഡിന്റെയും അഡൾട്ട്ഹുഡിന്റെയും ഇടയ്ക്കുള്ളൊരു ട്രാൻസിഷണൽ സ്റ്റേജ് ആണ് എന്ത്? ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റിലും എന്താണ്? ഒരു ട്രാൻസിഷൻ ആണ് സംഭവിക്കുന്നത്. എങ്ങനെ? ടീനേജ് വരെ, ടീനേജിന് മുന്നേ വരെ എന്താണ്? കുഞ്ഞാണ് അല്ലെ? ഒരു ചൈൽഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ടീനേജ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അഡൾട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഇടയിലുള്ളൊരു സ്റ്റേജ് ആണ് എന്ത്? ടീനേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്നത്. എന്താണ്? ദ ഏജ് ഓഫ് ഗ്രേറ്റ് ഐഡിയൽസ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് തിയറീസ് ആസ് വെൽ ആസ് ദ ടൈം ഓഫ് സിമ്പിൾ അഡാപ്റ്റേഷൻ ടു റിയാലിറ്റി. ഇതാണ് ജീൻ പേജിന്റെ ടീനേജിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. നമുക്ക് നോക്കാം ഓരോ ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ഇസ് ഫിസിക്കൽ ഡൊമൈൻ ഡെവലപ്മെന്റ്. ടീനേജിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. എന്താണ്? പ്യൂബർട്ടി, അതായത് റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് സെക്ഷുവൽ മെച്ചുറേഷൻ ഇൻക്ലൂഡിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ രീതിയിൽ മെച്ചുറേഷൻ വരുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഇത് അല്ലേ? ടീനേജ് എന്ന് പറയുന്നത്. അത് എന്താ പറയാ, പല രീതിയിലും ഗേൾസിലാണെങ്കിലും ബോയ്സിലാണെങ്കിലും സെക്ഷുവൽ ഡെവലപ്മെന്റ്സ് കംപ്ലീറ്റ് ആവുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? ടീനേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്? ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഇപ്പം ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണെന്നും ഓർക്കണം. ഓക്കെ, സെക്ഷുവൽ ഗ്രോത്ത് വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഹോർമോണൽ ചേഞ്ചസ് വരുന്നതുകൊണ്ടാണ്. അപ്പം സെക്സ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഹോർമോൺസ് ആണ് എന്ത്? ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്റിറോണും. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺസ് പറഞ്ഞ 3 ഹോർമോൺസ് ആണ് സെക്സ് ഹോർമോൺസ് പറഞ്ഞ് നമ്മൾ പറയുന്നത്. അപ്പം ഇതെന്തായി? ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രോജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ ഇൻഫ്ലുവൻസിങ് മൂഡ്, ബിഹേവിയർ ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസസ്. അപ്പം ഈ ഒരു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഈ പെർട്ടിക്കുലർ ഹോർമോൺസ് കാരണം എന്തൊക്കെ പറ്റുന്നുണ്ട്? ഒന്നാമത് സെക്ഷുവൽ മെച്ചുറേഷൻ വരുന്നുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? മൂഡ് സ്വിങ്സ്, ബിഹേവിയറൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇതെല്ലാം? അഡോളസെന്റ് ഏജിൽ. നെക്സ്റ്റ് വരുന്നത് എന്താ? ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ്. Continued maturation of the brain, particularly the prefrontal cortex, which is responsible for decision making and impulse control. അപ്പോൾ ബ്രെയിനും കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണിത്. അപ്പോൾ എന്തായി? ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഒരു എന്താ പറയാ ഇമ്പൾസ് കൺട്രോൾ സ്കില്ലും എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് ആണ് എന്ത്? ഈ ഒരു പെർട്ടിക്കുലർ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ചെറിയ പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്ന മെയിൻലി ഇത് തന്നെയാണ് പോയിന്റ്സ്. അതിനെ നമ്മൾ ചെറുതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. എന്തൊക്കെയുണ്ട്? ഗ്രോത്ത് ഒത്തിരി പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന സമയമാണ് അല്ലേ? പ്യൂബർട്ടി റീച്ച് ചെയ്യുന്ന സമയമാണ്. സെക്ഷുവൽ മെച്ചുറേഷൻ വരുന്നുണ്ട്. ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വരുന്ന സമയമാണ്. ബോഡിയിൽ ചേഞ്ചസ് വരുന്നതോടുകൂടി തന്നെ നമുക്ക് എന്തായി? ന്യൂട്രീഷണൽ നീഡ്സും നമ്മുടെ കൂടുതലായിരിക്കും അല്ലേ? ഫുഡും കാര്യങ്ങളും ന്യൂട്രീഷൻസ് ബോഡിയിൽ എന്ത് വേണം? അതനുസരിച്ച് വേണം. പിന്നെ എന്താണ്? വോയിസ് മാറുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ആൺപിള്ളേരിലും പെൺപിള്ളേരിലും ഒക്കെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എന്തായി? വോയിസ് മാറി, ഫിസിക്കൽ അപ്പിയറൻസസ് മാറി. ഇതെല്ലാം സംഭവിക്കുന്ന ഏജ് ആണ് എന്ത്? അഡോളസെന്റ് ഏജ്.